കേരളത്തിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ അടുത്ത കാലത്ത് നടക്കാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നിയൊരു പദ്ധതിയാണ് വയനാട് തുരങ്കപാത. ഒന്നാമത്തെ കാര്യം, ചിലവ് സ്ഥലം ഏറ്റെടുക്കുന്നതും തുരങ്ക നിർമ്മാണവുമായി 2500 കോടിയോളം രൂപയെങ്കിലും ചെലവ് വരും. കേരളത്തിന്റെ ധനസ്ഥിതിയിൽ കേന്ദ്ര സർക്കാർ ഞെരുക്കുന്ന ഈ അവസ്ഥയിൽ ഇത് സാധിക്കുമോ എന്നതാണ് രണ്ടാമത്തെ കാര്യം. കീറാമുട്ടി എന്ന് തന്നെ തോന്നിയതാണ്. പരിസ്ഥിതി സങ്കീർണതകൾ, പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് ലഭിക്കണം, അതുപോലെ കേരളത്തിന്റെ സവിശേഷമായ ജനവിരുദ്ധ പരിസ്ഥിതി സംരക്ഷകരുടെ പ്രചരണങ്ങളും അവരെ ആയുധമാക്കി കോൺഗ്രസ് ഉൾപ്പെടെ കുടില ശക്തികൾ നടത്തുന്ന വഴിമുടക്കലിന്റെ മറികടക്കണം. അതും 8.5 കിലോമീറ്റർ ഇരട്ട തുരങ്കപ്പാത. ഇതൊക്കെ ചൈനയിലോ വിദേശ രാജ്യങ്ങളിലോ മാത്രം നടക്കാവുന്നവ എന്ന് വിചാരിച്ചതാണ്. ദേശീയപാത വികസനവും വിഴിഞ്ഞം തുറമുഖവും മലയോര ഹൈവേയും K4ഉം കേരള ബാങ്കും ഒക്കെ നടപ്പാക്കി കാണിച്ച പിണറായി വിജയന്റെയും ഇടതുപക്ഷ സർക്കാരിനെയും വില കുറച്ച് കാണേണ്ടതായിരുന്നു. 2020 പദ്ധതി പ്രഖ്യാപിക്കുന്നു. 2022 ഫെബ്രുവരിയിൽ പദ്ധതിക്ക് ആവശ്യമായ 2134 കോടി കിഫ്ബി വഴി കണ്ടെത്തുന്നു. പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിംഗ്. 2024 ജൂണിൽ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കുന്നു. 2025 ഓഗസ്റ്റിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ക്ലിയറൻസും വാങ്ങി ഇതാ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു. ഇത്രയും വേഗത്തിൽ ഇത്രയും പ്രയാസമായ വെല്ലുവിളി ഉണ്ടായിരുന്ന ഒരു പദ്ധതി അതെല്ലാം മറികടന്ന് നിർമ്മാണത്തിലേക്ക് എത്തുക എന്നത് കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സംഭവമാകും. താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിയുന്നതും ഗതാഗതം തടസ്സപ്പെടുന്നതും കൺമുന്നിൽ ഉള്ളതുകൊണ്ടാകാം പരിസ്ഥിതി പറഞ്ഞു കുത്തിത്തിരിപ്പുണ്ടാകുന്നവർക്കും പ്രതിപക്ഷത്തിനും പദ്ധതിക്കെതിരെ നീങ്ങാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. തുരങ്കപാതയൊക്കെ ഞങ്ങൾ അങ്ങ് തടയും, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് ഇപ്പൊ എവിടെ പോയി? എന്തായാലും ഈ പിണറായി സർക്കാരുകൾ ഒരു ചരിത്ര സംഭവം തന്നെയാണ്. കേരളത്തെ ഇത്രയേറെ മാറ്റിമറിച്ച, വികസന കുതിപ്പുണ്ടാക്കിയ, എല്ലാ പ്രതിബന്ധങ്ങളും മറികടന്നു പദ്ധതികൾ പൂർത്തിയാക്കിയ, കാര്യക്ഷമവും സമയബന്ധിതവുമായി വികസന പദ്ധതികൾ നടപ്പാക്കിയ മറ്റൊരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആരൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയാലും നാടിന്റെ മുന്നോട്ട് പോക്കിന് ആവശ്യമായ വികസന പദ്ധതികൾ നടപ്പാക്കിയിരിക്കും. ഉറപ്പാണ് LDF എന്നത് വെറുതെ പറഞ്ഞതല്ല. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെയും പ്രതിബന്ധങ്ങൾ മറികടന്ന് നാടിനും ജനങ്ങൾക്കും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കും എന്ന ഉറപ്പാണ് LDF സർക്കാർ. ആ ഉറപ്പ് തുടരുക തന്നെ ചെയ്യും. വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട്, അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും. നാഷണൽ ഹൈവേ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാമെന്നാണ് മുഖ്യമന്ത്രി കരുതുന്നതെങ്കിൽ ഒരടി പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സമരത്തിന് ഞങ്ങൾ പിന്തുണ നൽകും. അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കൂടി UDFന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുണ്ടാകും. ഈ തീരദേശ ഹൈവേയിലേക്ക് പോകുന്നത് ശരിയല്ല. ഗവൺമെന്റ് ഇത് പുനഃപരിശോധിക്കണം. ഇത് പ്രായോഗികമല്ല. പാരിസ്ഥിതികമായും സാമൂഹികമായും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ പണി നിർത്തിവെച്ച് നന്ദിഗ്രാമിൽ നിന്നും കൊണ്ടുവന്ന മണ്ണും കൈമാറി. ഈ വിഷയം അടുത്ത വരുന്ന 2 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയും അതിന്റെ ശരിയായ രീതിയിൽ ധരിപ്പിക്കുന്നതുമായി അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ ഉൾപ്പെടെ രൂപപ്പെടുത്തിയ ഈ 4 മിഷനുകൾ ഞങ്ങൾ പിരിച്ചുവിടും. ഫോണിന്റെ ഉദ്ഘാടനവുമായിട്ടോ അതിനനുബന്ധ ചടങ്ങുകൾ, വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട്, അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും. നാഷണൽ ഹൈവേ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാമെന്നാണ് മുഖ്യമന്ത്രി കരുതുന്നതെങ്കിൽ ഒരടി പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സമരത്തിന് ഞങ്ങൾ പിന്തുണ നൽകും. അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കൂടി UDFന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുണ്ടാകും. ഈ തീരദേശ ഹൈവേയിലേക്ക് പോകുന്നത് ശരിയല്ല. ഗവൺമെന്റ് ഇത് പുനഃപരിശോധിക്കണം. ഇത് പ്രായോഗികമല്ല. പാരിസ്ഥിതികമായും സാമൂഹികമായും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ പണി നിർത്തിവെച്ച് നന്ദിഗ്രാമിൽ നിന്നും കൊണ്ടുവന്ന മണ്ണും കൈമാറി. ഈ വിഷയം അടുത്ത വരുന്ന 2 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയും അതിന്റെ ശരിയായ രീതിയിൽ ധരിപ്പിക്കുന്നതുമായി അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ ഉൾപ്പെടെ രൂപപ്പെടുത്തിയ ഈ 4 മിഷനുകൾ ഞങ്ങൾ പിരിച്ചുവിടും. ഫോണിന്റെ ഉദ്ഘാടനവുമായിട്ടോ അതിനനുബന്ധ ചടങ്ങുകൾ